Hello everyone, my name is Muhammad Shafiq BK. Welcome back to Salem Learning. എടാ കെമിസ്ട്രി എക്സാമിൽ 6th ചാപ്റ്റർ നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് വരും എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതിന്ന് കുറച്ചേ ചോദിക്കുമെന്ന് പറയുന്നവരുണ്ട്, അല്ല നന്നായിട്ട് ചോദിക്കുമെന്ന് പറയുന്നവരുണ്ട്, തീരെ ചോദിക്കൂല എന്ന് പറയുന്നവരുണ്ട്. എടാ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, റിസ്ക് എടുക്കാൻ സൈലം ഒരുക്കമല്ല. ബിക്കോസ് നിങ്ങൾക്ക് പരീക്ഷയിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായതുകൊണ്ട് മക്കളെ ഇതാ 6th ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഹാഫ് ഇയർലിക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് സാർ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മക്കൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ അത് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. 6th ചാപ്റ്ററിൽ നിങ്ങൾ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വരാകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മുഴുവനല്ല, എന്തായിരുന്നോ സാർ അനലൈസ് ചെയ്തപ്പോൾ വന്നുകൊണ്ടിരുന്നത് അതാണ് സാർ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേരെന്താ? നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര് മക്കളെ. യെസ്, അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ലോഹമല്ലാത്തത്, മെറ്റൽസ് അല്ലാത്തതാണ് നോൺ മെറ്റൽസ്. സിംപിളി മക്കളെ ഫസ്റ്റ് പോയിന്റ് തന്നെ മക്കൾ നോക്കടാ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എവിടെയാണടാ? അറ്റ്മോസ്ഫിയറിൽ മക്കൾ മറക്കല്ലടാ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ടോ, ഈ പച്ച കളറിൽ കാണപ്പെടുന്ന ഈ ഗ്രാഫിൽ കാണപ്പെടുന്ന ആരാടാ? നൈട്രജൻ. അത് തന്നെയാണടാ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അതാണ് ഒന്നാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് അല്ലെങ്കിൽ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, നൈട്രജൻ എന്ന് എഴുതണം മക്കളെ, മറക്കരുത്. ഒപ്പം തന്നെ സാറ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടടാ, നോക്കണേ. അറ്റ്മോസ്ഫിയറിൽ അഥവാ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ വാതകം എന്ന് എഴുതണം. എന്നാൽ ചോദിക്കുന്നത് ഭൂനിരപ്പ് അല്ലെങ്കിൽ ഭൂപ്രതലം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എർത്ത് ക്രസ്റ്റ്. ഓക്കെ, എർത്ത് ക്രസ്റ്റ് ഭൂനിരപ്പിലാണ് ചോദിക്കുന്നതെങ്കിൽ മക്കൾ എഴുതേണ്ടത് ഓക്സിജൻ ആയിരിക്കണം. എന്തെഴുതണം? ഓക്സിജൻ കേട്ടോ. അപ്പോൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സാറ് പറഞ്ഞിട്ടുള്ളത്. റെഡി? അപ്പോൾ അത് മക്കൾ പഠിച്ചല്ലോ, സിമ്പിൾ. ഇനി നോക്കണേ, അടുത്തതാണ് കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ഒരേ പേരുകൾ തന്നെയാണ് എടാ. ഒന്ന് കാർബോഹൈഡ്രേറ്റ് കേട്ടോ. എടാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം കോമ്പൗണ്ട്സാണ്. നമ്മുടെ ശരീരത്തിലുണ്ട്, സസ്യങ്ങളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബയോളജിയിലൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സിൽ ഏതൊക്കെ തരം എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക മക്കളെ പഠിക്കണേ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. സെറ്റാ. പ്രോട്ടീനുകളിൽ കാണപ്പെടുന്നത് ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പ്ലസ് നൈട്രജൻ കൂടി. പ്രോട്ടീന് ഉണ്ടല്ലോ, അപ്പം നൈട്രജൻ കൂടി കൂട്ടുക. ഓക്കെ, ഫാറ്റിലോ അവിടെ വീണ്ടും ആര് തന്നെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ പഠിക്കാൻ എന്താ എളുപ്പം? ഏത് ഫാറ്റ്, പ്രോട്ടീന്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ചോദിച്ചാലും ആരുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. പ്രോട്ടീൻ മാത്രം, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. വളരാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ് നൈട്രജൻ ആണ്. അപ്പോൾ പ്രോട്ടീനിൽ നൈട്രജൻ കൂടി ഉണ്ടാവും. ഓക്കെ, PVC അതൊരു പ്ലാസ്റ്റിക് ആണ് അല്ലേ, മക്കൾക്ക് അറിയാം. അതിലാരൊക്കെയുള്ളത്? യെസ്, കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഓക്സിജൻ അല്ല, ക്ലോറിൻ. ഓക്കെ, PVC പറയുമ്പോൾ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്, അപ്പം ക്ലോറിൻ. ഓക്കെ, പോളിത്തീൻ അതും പ്ലാസ്റ്റിക് ആണ്. ആരാ? കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഏരിയ ഒന്ന് മക്കൾ നോക്കി വെക്കാം. ഇപ്പം തന്നെ പഠിച്ചല്ലോ മക്കൾ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എന്തായിരിക്കും? PVC എന്ന് തന്നിട്ട് നേരെ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ എന്നിട്ട് ചോദിക്കും പോളിത്തീൻ്റെ നേരെ നിങ്ങളോട് എഴുതാൻ പറയും. അപ്പോൾ കാർബണും ഹൈഡ്രജനും റെഡി. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഹൈഡ്രജൻ. സാറ് പെട്ടെന്ന് പറയാം മക്കളെ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസിന് മക്കൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, പഠിച്ചു വെക്കുക. ഹൈഡ്രജൻ ബേൺ വിത്ത് പോപ്പ് സൗണ്ട്. ഓക്കെ, അതായത് പൊട്ടൽ ശബ്ദത്തോടെ കത്താനുള്ള കഴിവാർക്കുണ്ട്. പൊട്ടൽ ശബ്ദത്തോടെ കത്തും. ആരടാ? ഹൈഡ്രജൻ പൊട്ടിത്തെറിച്ച് കത്തും. ഓക്കെ, അല്ല അഥവാ നല്ല ശബ്ദം ഉണ്ടാക്കി കത്തും. അപ്പം മക്കളെ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചോദിച്ചത് നോക്കണേ. സിങ്ക് എന്നിട്ട് പറഞ്ഞിട മെറ്റലിനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകടാ? ZnCl2+H2 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ഈ ടെസ്റ്റ് ട്യൂബിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു തീപ്പെട്ടി കൊണ്ടുവെക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? പോപ്പ് ശബ്ദത്തോട് കൂടിയിട്ട് കത്തും.
സെറ്റ് ആണല്ലോ. ഓക്കെ റെഡി. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഹൈഡ്രജൻ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്താ പറ്റുക? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ എഴുതുക ബേൺ വിത്ത് പോപ്പ് സൗണ്ട്, പൊട്ടൽ ശബ്ദത്തോടെ കത്തും. അതുകൊണ്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെഡി ആണോ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ മക്കളെ ഇത് നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2HCl എന്നിട്ടാൽ അത് ബാലൻസ്ഡ് ആയിരിക്കും. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ഏത് ടൈപ്പ് ഇക്വേഷനാ? യെസ് മക്കളെ നോക്കിക്കേ, ഇവരെ HCl എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. ആ കോമ്പൗണ്ടിലേക്കാണ് ആര് ഇറങ്ങിച്ചെല്ലുന്നത്? സിങ്ക്. അതാണ് ZnCl2. അതായത് Clന്റെ കൂടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനെ സിങ്ക് പിടിച്ചു മാറ്റുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു, ആദേശം ചെയ്യുന്നു. ഈ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മക്കളെ നോക്കണേ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ M, വേറൊരാളുണ്ട് XY. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നു? M Yൻ്റെ ഒപ്പം ആകുന്നു, X ഒറ്റക്കാകുന്നു. ഓക്കെ, M Xനെ തട്ടുന്നു എന്നിട്ട് Yൻ്റെ ഒപ്പം ചേരുന്നു. ഈ രൂപത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്, ആദേശ രാസപ്രവർത്തനങ്ങൾ. കണ്ടാൽ തിരിച്ചറിയണം. നോക്കിക്കേ, ഒന്ന് നമ്മൾ പഠിച്ചു Zn+2HCl gives ZnCl2+H2. ഇവിടെ ആരെയാണ് ആദേശം ചെയ്തത്, ഡിസ്പ്ലേസ് ചെയ്തത്? സിങ്ക് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം HCl. സിങ്ക് HCl നിന്നും ഹൈഡ്രജനെ ആദേശം ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ ഇവിടെയുള്ള റിയാക്ഷൻസ് നോക്ക്. Mg+2HCl gives MgCl2+H2. മക്കൾ നോക്കടാ, Mg ഒറ്റക്കായിരുന്നു. ഇവിടെ ആരാ ഒറ്റക്ക് നോക്കുക? ഇവിടെ ഒറ്റക്കാരാ മെഗ്നീഷ്യം, ഇവിടെ ആരാ ഒറ്റക്ക്? ഹൈഡ്രജൻ. അപ്പോൾ എന്താ ചെയ്തത്? മെഗ്നീഷ്യം ഹൈഡ്രജനെ പിടിച്ച് പുറത്താക്കി. അപ്പം മെഗ്നീഷ്യം ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം HCl. ഓക്കെ, സിങ്ക് H2SO4ലേക്ക് കയറി, അപ്പോൾ ZnSO4 ആയി, H2 പുറത്തായി, ഹൈഡ്രജൻ പുറത്തായി. അപ്പോൾ സിങ്ക് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. അടുത്ത് നോക്കിക്കേ, മെഗ്നീഷ്യം HNO3 നമ്മൾ, അപ്പോൾ മെഗ്നീഷ്യം NO3ൻ്റെ അടുത്ത് കൂട്ടായി, ഹൈഡ്രജൻ പുറത്തായി, അപ്പോൾ മെഗ്നീഷ്യം ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ആദേശം ചെയ്തു, ഹൈഡ്രജൻ ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ്. വേറെ ടൈപ്പ് നോക്കിയാലോ നമുക്ക്? ഇവിടെ നോക്കും മക്കളെ, സിങ്ക് CuSO4 പ്ലസ് ഗിവ്സ് സിങ്ക് ZnSO4+Cu. എന്താ സംഭവിച്ച നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ? സിങ്ക് ഒറ്റക്കായിരുന്നു, കോപ്പർ കൂട്ടത്തിലായിരുന്നു. ഇപ്പുറത്തേക്ക് വന്നപ്പോഴോ സിങ്ക് സൾഫേറ്റിനോട് കൂട്ടുകൂടി, അതായത് കോപ്പറിനെ പുറത്താക്കി. അപ്പോൾ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തു ആരെ? കോപ്പറിനെ ഫ്രം എവിടുന്ന്? കോപ്പർ സൾഫേറ്റ് എന്ന്. ഇനി NaBrCl2 കണ്ടോ, ആരെ ഡിസ്പ്ലേ? Cl എവിടേക്ക് വന്നടാ? Cl ഇവിടേക്ക് വന്നു, Br അവിടുന്ന് തെറിച്ചു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ക്ലോറിൻ സോഡിയത്തിനോടൊപ്പം കൂടി. അപ്പോൾ ക്ലോറിൻ ആരെ ഡിസ്പ്ലേസ് ചെയ്തു? ബ്രോമിൻ അവിടുന്ന് ഒഴിവാക്കി, തട്ടി. അപ്പം ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്തു ക്ലോറിൻ. ഓക്കെ, CH4+Cl2 gives CH3Cl+HCl. ഇവിടെ നോക്കാം മക്കളെ, CH4 കാർബണിൻ്റെ പരം 4 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതിലൊരു ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോറിൻ കയറി. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാക്കിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ അല്ലേ, ആദേശ രാസപ്രവർത്തനം ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായാൽ മതി. റെഡി? ഓക്കെ, സെറ്റാണോ? ഇനി മക്കളെ അടുത്തതാണ് സംയോജന രാസപ്രവർത്തനങ്ങൾ അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻസ്. മക്കളെ ഒന്നുമല്ലടാ, A+B gives AB. ഈ ടൈപ്പുള്ള രാസപ്രവർത്തനങ്ങൾ അഥവാ രണ്ട് സാധനങ്ങൾ കൂടി ചേർന്ന് വേറൊരു സാധനമായി മാറുക. എക്സാമ്പിൾ നോക്കാം, H2+O2 gives H2O. കണ്ടോ? റെഡി ആണോ? ഓക്കെ, പിന്നെ C+O2 gives CO2. സെറ്റ്. H2+Cl2 gives HCl. ഈ രൂപത്തിൽ കൂടിച്ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് എന്താ? സംയോജന രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻസ്. കണ്ടാൽ മനസ്സിലാക്കിയാൽ മതി. കണ്ടോ ഇവിടെ അല്ലേ? അതിനെങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക? സിമ്പിളാണ്. ഈ സൈഡ് ഒരാളെ ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, കൂടിച്ചേർന്നുണ്ടാവുന്നത് ഒറ്റക്കായിരിക്കും. ഇപ്പുറത്ത് എന്താ? കണ്ടോ, രണ്ടാളുകൾ കൂടി ചേർന്നിട്ട് N2+3H2 gives ഒരു NH3 ഉണ്ടായി. മീൻസ് NH3 എന്ന കോമ്പൗണ്ട് ഉണ്ടായി. MgO2 കൂടിയിട്ട് MgO ഉണ്ടായി. H2S കമ്പൈൻ ചെയ്തിട്ട് H2S ഉണ്ടായി. NAയും H2ഉം കമ്പൈൻ ചെയ്തിട്ട് NaH ഉണ്ടായി. ഓക്കെ, CaO H2O രണ്ടാളാണ്, അതൊക്കെ പാടെ കൂടിയിട്ട് CaOH ആയി മാറി. ഈ തരത്തിലുള്ള റിയാക്ഷൻസ് ആണെടാ എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനങ്ങൾ. കണ്ടാൽ തിരിച്ചറിയണം, അത്ര മതി കേട്ടോ. ഓക്കെ, അതായത് കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസും കുറച്ച് കോമ്പിനേഷൻ റിയാക്ഷൻസും ഇട്ട് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചോദിച്ചാൽ ചൂസ് ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റെഡി? അടുത്തത് യെസ്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന എക്സാമിന് വരാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. മക്കളെ നോക്കണം, അതിനാദ്യം മക്കൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം, പെട്രോൾ, ഡീസൽ അതൊക്കെ ഇന്ധനങ്ങളാണ്, ഫ്യൂവൽസ് ആണ്. എന്നാൽ മക്കൾ കേൾക്ക്, ഒരു ഡീസൽ അല്ലെങ്കിൽ പെട്രോളൊക്കെ കത്തുമ്പോൾ എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? ഹീറ്റ് എനർജി, താപോർജ്ജമാണ്. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് ആ വാഹനം ഓടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതോ ഫ്യൂവലിനെ നമ്മൾ ഇന്ധനമാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂവലാക്കി മാറ്റുമ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നന്നായിട്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഫ്യൂവലാണ്. കുറച്ച് ഹീറ്റ് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത്
എന്താ പറയുക മോശം ഫ്യൂവലാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു അളവിന് വിളിക്കുന്ന പേരാണ് കലോറിക മൂല്യം, അല്ലെങ്കിൽ എന്താ വിളിക്കുക മക്കളെ, കലോറിഫിക് വാല്യൂ. സെറ്റാണോ? റെഡി. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന താപോർജ്ജമാണ് കലോറിക് മൂല്യം. ഓക്കെ മക്കളെ, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്ധനത്തിൽ നിന്നും പുറത്തു വരുന്ന താപോർജ്ജം എത്രയാണോ അതാണ് കലോറിക മൂല്യം. ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് എന്ത്, കലോറിഫിക് വാല്യൂ. മക്കളെ ഇവിടെ ഒരു ഗ്രാഫ് സാറ് കാണിക്കുന്നുണ്ട്. ഈ ഗ്രാഫിൽ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ ആരാ നോക്കാം. ഇപ്പം നോക്കിയേ, നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് നോക്കാം. ഇതാ നമ്മുടെ കോൾ അഥവാ കൽക്കരി പോലുള്ള സാധനങ്ങൾ 33 കിലോ ജൂൾ പെർ ഗ്രാം, അഥവാ അത്രേ അവർ പുറത്തേക്ക് ഹീറ്റ് തരുന്നുള്ളൂ. പെട്രോൾ നമ്മളൊക്കെ വണ്ടിയിൽ ഒഴിക്കുന്ന സാധനം അത് 48. അതിനേക്കാളുള്ള മീതെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് അതിനേക്കാൾ തരുന്നു. പക്ഷെ ഹൈഡ്രജൻ നോക്കിയേ, വമ്പൻ കാറ്റഗറി 143. അപ്പോൾ അത്രക്കും എന്ത് എനർജി പുറത്തേക്ക് തരാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ഹൈഡ്രജന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ ഹൈഡ്രജൻ എന്താണ്, ഒരു ഗുഡ് ഫ്യൂവലാണ്. ഹൈഡ്രജൻ എന്താണ്, ഒരു ഗുഡ് ഫ്യൂവലാണ്. അപ്പോൾ മക്കൾ പഠിച്ചു വെക്കുക, ഹൈഡ്രജന് ഹൈ കലോറിഫിക് വാല്യൂ ആണ്. ഹൈഡ്രജന് ഉയർന്ന കലോറിക മൂല്യമാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, നല്ലൊരു ഇന്ധനമായി മാറാൻ സാധിക്കുന്നു. നല്ലൊരു ഫ്യൂവലാണ്. റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ്. കാരണം അത്രക്കും എന്ത് വേണം, ഹീറ്റ് എനർജി വേണം. റെഡി. എന്നാൽ മക്കൾ നോക്കിക്കേ, ഈ ഹൈഡ്രജനെ നമ്മൾ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള ഗുണമെന്താ? ഗുണം നമ്പർ 1. ഓക്കെ, മറ്റൊന്നുമല്ല മക്കളെ, ഹൈഡ്രജന് എന്താണ്, ലഭ്യത കൂടുതലാണ്. എന്താ മക്കളെ, ലഭ്യത കൂടുതലാണ്. ഓക്കെ, അവൈലബിലിറ്റി ഹൈ ആണ്. അവൈലബിലിറ്റി ഹൈ ആണ്. എപ്പോഴും കൂടുതൽ നമുക്ക് കിട്ടും നമ്മുടെ നാച്ചുറിന്. ഓക്കെ, രണ്ടാമതായിട്ട് എന്താ, പൊല്യൂഷൻ ഇല്ല. നോ പൊല്യൂഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നോ പൊല്യൂഷൻ അതായത് മലിനീകരണം ഇല്ല. കാരണം എന്താണെന്നറിയോ മക്കളെ, ഹൈഡ്രജൻ ഏത് ഇന്ധനവും കത്തുകയാണല്ലോ ചെയ്യുന്നത്, അഥവാ അത് കമ്പഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ എന്തും കത്തുക എന്ന് പറഞ്ഞാൽ H2 കത്തുക എന്ന് പറഞ്ഞാൽ അത് ഓക്സിജനുമായി കൂടിച്ചേരുകയാണ്. ഉണ്ടാകുന്നത് എന്തായിരിക്കും, വെള്ളമായിരിക്കും, വാട്ടറിൻ്റെ ഗ്യാസ് ആയിരിക്കും. അത് അന്തരീക്ഷത്തിന് മലിനീകരണമാണോ, പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഹൈഡ്രജൻ, ഈ കാരണങ്ങൾ മക്കൾ ഓർത്തു വെക്കുക. ഹൈഡ്രജൻ ഒരു ഗുഡ് ഫ്യൂവൽ ആവാനുള്ള കാരണം എന്താ? ഒന്ന് പ്ലൻറ്റി ഓഫ് അവൈലബിലിറ്റി, മറ്റൊന്ന് എന്താണ്, നോ പൊല്യൂഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, റെഡി. ഇനി മക്കളെ, അങ്ങനെയൊക്കെ ആയിട്ടും ഹൈഡ്രജൻ ഇത്രയും നല്ല ഫ്യൂവൽ ആയിട്ട് പോലും ഹൈഡ്രജനെ നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പെട്രോളും ഡീസലും ഒക്കെയാണ്. കാരണം എന്താ? അതായിരിക്കും ചോദ്യം. ആ ചോദ്യത്തിന് മക്കളെ അതിൻ്റെ ആൻസർ ഇതാണ്. ഹൈഡ്രജൻ നല്ലൊരു ഫ്യൂവൽ ആണെങ്കിലും എക്സ്പ്ലോസീവാണ്, പൊട്ടിത്തെറിക്കും. അപ്പം ആ പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആദ്യം നമ്മുടെ വാഹനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം ഹൈഡ്രജനെ ഫ്യൂവലായിട്ട് സ്വീകരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ആകെ പൊട്ടിത്തെറിച്ച് നാശമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഹൈഡ്രജൻ ഇപ്പോഴും ഒരു ഫ്യൂവലായിട്ട് നമ്മളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാത്തത്. അപ്പോൾ അത് ചോദിച്ചാൽ മക്കളെ എഴുതി വെക്കേണ്ടത് ഇതാണ്: ഹൈഡ്രജൻ സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. ഇത് സംരക്ഷിച്ച് വെക്കാനും വിതരണം ചെയ്യാനും പ്രയാസമാണ്. ഈ പരിമിതികൾ മറികടക്കാൻ കഴിഞ്ഞാൽ ഹൈഡ്രജൻ സാർവത്രിക ഇന്ധനമായി മാറും. ഓക്കെ, ഹൈഡ്രജൻ ഈസ് ആൻ എക്സ്പ്ലോസീവ് ഗ്യാസ് that is difficult to store and supply. Okay, if this limitation can be overcome, hydrogen will become a universal fuel. മക്കളെ, ഇവിടെ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയ ആണിത്. ഹൈഡ്രജൻ എന്തുകൊണ്ട് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് നല്ല ഫ്യൂവൽ എന്നുള്ളതും ഒക്കെ മക്കളെ നല്ല രീതിയിൽ മക്കളെ ആൻസർ ചെയ്യണടാ. അപ്പോൾ ഒരാളും പേടിക്കേണ്ടതില്ല മക്കൾ. ഇന്നത്തെ ലൈവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഷുവർ ആൻഡ് ഷുവർ സാറിന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടടാ. ആ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങൾക്ക് വരുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. ആൻസറൊക്കെ നിങ്ങൾ ടപ്പ് 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 എന്ന് പറഞ്ഞ് എഴുതും. ബിക്കോസ് ഇന്ന് ഞങ്ങൾ അത്രക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചൂസ് ചെയ്തിട്ടാണ് ഇന്ന് ലൈവ് സെറ്റ് ചെയ്തിട്ടുള്ള മക്കൾ. എല്ലാവരും അവിടെ കാണണം. കൂടെ കൂട്ടുകാരെ എല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾ ലൈവിൽ വരും എന്നുള്ള പ്രതീക്ഷയോടെ മക്കളെ. ഓക്കെ, എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.